ഹലോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പറയുന്നത് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഫസ്റ്റ് രണ്ട് ഷെഡ്യൂളായിട്ടാണ് നമുക്ക് നടക്കൽ റിപ്പീറ്റിംഗ് പറഞ്ഞ ഇത്. ഫസ്റ്റ് ജനുവരി വരെയുള്ള സംഭവമാണ് അത്. ആ ടൈമിൽ ഫുള്ള് നമ്മൾ കൺസെപ്റ്റാണ് പക്കാക്കേണ്ടത്. കൺസെപ്റ്റ് ഒന്നും അറിയാത്തുണ്ടാവരുത്, അങ്ങനത്തെ സ്റ്റേജ് ആവണം. പിന്നെ ഉള്ളത് എക്സാം, നമ്മൾ സ്കില്ലാണ്. ആ ഒരു എക്സാം മാക്സിമം ടൈം കൊണ്ട് സോൾവ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഫസ്റ്റ് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് റിപ്പീറ്റ് ചെയ്യാൻ വരല്. ഒന്ന് പറയുന്നത് ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ പറയുന്നത് ആദ്യം ഒരു വട്ടം ട്രൈ ചെയ്ത് കിട്ടിയില്ല, എന്തോ കാരണവശാൽ ജസ്റ്റ് മിസ്സാവുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഫസ്റ്റ് ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് വന്ന ആൾക്കാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു ജനുവരി വരെയുള്ള ടൈമിൽ നമ്മൾ മാക്സിമം കൺസെപ്റ്റാണ് പക്കാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം പ്രീവിയസ് ഇയർ ആ ഒരു കൺസെപ്റ്റ് പക്കാക്കാനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അവിടുത്തെ എക്സാംസൊക്കെ ഒന്ന് പോലും സ്കിപ്പ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. ആരാണെങ്കിലും ലാസ്റ്റ് വരെ നീറ്റ് എക്സാമിന് തലേന്ന് വരെയുള്ള എക്സാം പക്കായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് എല്ലാം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ബോർഡ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത ആൾക്കാണെങ്കിൽ നമ്മൾ കറക്ഷൻ ബുക്ക്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ടൊക്കെ എല്ലാ ചാപ്റ്ററിനും ഒരുവിധം ചാപ്റ്ററിനൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. എല്ലാ ചാപ്റ്ററിനും ആയിട്ടില്ലെങ്കിലും ഒരുവിധം ചാപ്റ്ററിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും ഓരോ മണിക്കൂറോ അങ്ങനെ വല്ലതും കൊടുത്താൽ മതി. ഫസ്റ്റത്തെ ഒരു മന്തൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഓരോ ചാപ്റ്ററൊന്നും കംപ്ലീറ്റ് ചെയ്യണ്ടാവില്ല. രണ്ടാമത്തെ മാസം മുതലൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് കറക്ഷൻ ബുക്കാണ്. ഇതുപോലത്തെ ഒരു 3 ബുക്ക് എനിക്കുണ്ട്. അപ്പോൾ ഇത് വായിച്ചു നോക്കാൻ ചിലപ്പോൾ ടൈം ഉണ്ടായെന്ന് വരില്ല. ടൈം ഇല്ലെങ്കിൽ പോലും നമ്മൾ കറക്ഷൻ ബുക്ക് എഴുതി വെക്കണം. കാരണം അത് നമുക്ക് എഴുതുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ പിന്നെ വരുന്ന എക്സാമിലൊക്കെ നമ്മൾ അധികം ശരിയാക്കാനുള്ള ഇത് കൂടും. കാരണം ചിലപ്പോൾ ശരിയാക്കിയില്ല എന്ന് വരും. അപ്പോൾ ഒന്നും പാടി എഴുതി വെക്കുക. അപ്പോൾ നല്ലതാണ് കറക്ഷൻ ബുക്ക്. എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ഒരുവിധം. പിന്നെ ഷോർട്ട് നോട്ടും ഒരുവിധം എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പിന്നെ പറയാനുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരോടാണ്. ആദ്യം ഒരു വട്ടം ട്രൈ ചെയ്ത് കിട്ടിയില്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. ഷോർട്ട് നോട്ട് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ട്രൈ ചെയ്തപ്പം തന്നെ. ഇല്ലാത്തവരാണെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കുക. പിന്നെ ഇത് ആദ്യം ഉണ്ടാക്കിയാലാണെങ്കിൽ നമ്മൾ പല സംഭവങ്ങളും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുക. ഇതിനു വേണ്ടി കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് റിവൈസ് ചെയ്യുക. ആരാണെങ്കിലും റിവൈസ് ചെയ്യണം. കാരണം നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ മറക്കും. കുറച്ച് കഴിയുമ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ നമ്മൾ എന്തോന്നാലും മറക്കും. അപ്പോൾ ആ ഇക്വേഷൻസും സംഭവങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുക. ബയോളജിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം നിർബന്ധമില്ല. കാരണം ബയോളജി പക്ക NCERT വായിക്കണം. ഓരോ ലൈൻ ബൈ ലൈന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ പക്ക NCERT തന്നെ ആദ്യം മുതൽ വായിക്കുക. നോട്ട് തന്നെ അത്യാവശ്യമുള്ള സംഭവമല്ല ബയോളജിക്ക്. കാരണം NCERT തന്നെയാണ് സിലബസ്. അതിന് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ആകെ 1-2 ക്വസ്റ്റ്യനാണ്. അതിന് വേണ്ടിയിട്ട് കുറേ വാസ്റ്റ് സിലബസ് പഠിക്കാറുണ്ട്. പ്രാക്ടിക്കലി നല്ലതല്ല. നമ്മൾ ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഔട്ടൊന്നും തീരെ ഇത് ചെയ്യില്ല. എക്സാം എഴുതുമ്പോഴും വല്ല ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. അഥവാ ക്ലാസ് കേട്ടതൊക്കെ തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് പഠിക്കാൻ നിർബന്ധമില്ല. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ നീറ്റിലാണെങ്കിൽ പോലും ടഫസ്റ്റ് നീറ്റായിട്ട് 2-3 ക്വസ്റ്റ്യനൊക്കെ ഔട്ട് വന്നിട്ടുണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുവരെയാണ് ജനുവരി വരെയുള്ള ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ക്വസ്റ്റ്യൻസ് കഴിയുന്നത്ര ചെയ്യുക. കൺസെപ്റ്റാണ് മെയിൻ. പിന്നെ ജനുവരിക്ക് ശേഷമുള്ളതാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അത് തന്നെയാണ്. പിന്നെ മാക്സിമം എക്സാംസ് എഴുതുക. അവിടുന്ന് നടത്തുന്നത് തന്നെ ഉണ്ടാവും. 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ എക്സാംസ് നടത്തുന്നുണ്ടാവും. അതിൽ കൂടെ തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് ചെയ്യണം. കാരണം കുറേ ബുക്കൊക്കെ കിട്ടാണ്ട്. ഇതൊക്കെ ഇതിനുള്ള ബുക്കാണ്. ഓരോരോ എക്സാംസ് ഒരു 15 എക്സാംസൊക്കെ ആയിട്ട്, നീറ്റിൻ്റെ എക്സാംസൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ ബുക്കുകൾ കിട്ടാണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ടൈം മാനേജ്മെൻറ്റ് അതൊക്കെ എല്ലാത്തിനും നമ്മൾ അക്യുറസി ആ സംഭവങ്ങളൊക്കെ നമ്മൾ തെറ്റരുത്. ചില സംഭവങ്ങളൊക്കെ നമ്മൾ മണ്ടത്തരം കൊണ്ടും ഒക്കെ തെറ്റും. അത് തെറ്റാതാക്കാൻ വേണ്ടിയിട്ട് എന്തെന്നാലും മാക്സിമം പേപ്പർ സോൾവ് ചെയ്യാൻ തന്നെ വേണം. പിന്നെ പറയാനുള്ളത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക, ഭയങ്കര കൂളാവുക. അപ്പോൾ അതാണെങ്കിൽ കൂളൊക്കെ ആയ ടഫായിട്ടുള്ള എക്സാമിലാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റൊക്കെ ഭയങ്കര ടഫാണ്. അപ്പോൾ കൂളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കതിൽ ആ എക്സാം എഴുതുമ്പോഴൊന്നും നമ്മൾ പതറൂല. നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ആളാണെങ്കിൽ നമ്മളവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ അതൊന്നും ഇല്ലാതെ കൂളായിട്ട് പഠിക്കുക. മാക്സിമം ടൈം പഠിക്കുക.
അപ്പോൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ എവിടെയും ടൈം കുറേ സ്ഥലത്ത് നമ്മൾ സ്കിപ്പായി പോകുന്നുണ്ടാവും, ഇങ്ങനെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ നീറ്റ് ഈസ് നോട്ട് എ ടഫ്, അങ്ങനത്തെ ഒരു സംഭവമാണ് നീറ്റ്. വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്യാൻ. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം അതിന് വേണ്ടി. കൂളായിട്ട് നിന്നാൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്.